എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ സെഷനിൽ നമ്മൾ ആക്ഷൻ്റെ ആവശ്യത്തെക്കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ പറഞ്ഞു എന്തുകൊണ്ടാണ് ആളുകൾ ആക്ഷൻ എടുക്കാൻ മടിക്കുന്നത് അല്ലെങ്കിൽ ആക്ഷനിലേക്ക് പോകാത്തതെന്ന് ചോദിച്ചാൽ, ഒന്ന് കംഫർട്ട് സോണിൽ തുടരാനുള്ള ടെൻഡൻസി, പിന്നെ റിസ്ക് എടുക്കാനുള്ള മടി, വിമുഖത. ഇനി മൂന്നാമത്തെ കാരണം ഫിയർ ഓഫ് ഫെയിലിയർ. ഈ ഫിയർ ഓഫ് ഫെയിലിയറിനെ കുറിച്ച് പരാജയപ്പെടും അല്ലെങ്കിൽ പരാജയപ്പെട്ടു പോകുമെന്ന ഭീതി, ഇതിനെക്കുറിച്ച് നമ്മൾ വരും സെഷനിൽ വളരെ ഡീപ്പായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പം മൂന്നാമത്തെ കാരണമാണ് പരാജയഭീതി. പരാജയഭീതി അതുകൊണ്ട് തന്നെ ആളുകൾ ആക്ഷൻ എടുക്കില്ല. പിന്നെ നഷ്ടത്തെക്കുറിച്ചുള്ള ബോധം, അതായത് നഷ്ടം വലുതായിരിക്കും, എനിക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുമോ, ഇതെല്ലാം പരാജയഭീതിയുടെ പരിണിത ഫലങ്ങളായിട്ട് ഉണ്ടാകുന്നതാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ വരും സെഷനിൽ കൂടുതൽ ഡീപ്പായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇനി മറ്റൊരു കാരണം എന്തുകൊണ്ടാണ് ആക്ഷൻ എടുക്കാമെന്ന് ചോദിച്ചാൽ, പെർഫെക്ഷനിസ്റ്റ് ആവുക. നമ്മുടെ ചുറ്റും ഒരുപാട് ആളുകളുണ്ട്, അവർ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ പെർഫെക്റ്റായിട്ട് മാത്രമേ ചെയ്യത്തുള്ളൂ. സത്യത്തിൽ അങ്ങനെ ഒരു പെർഫെക്ഷൻ ഇല്ല. അത്തരം പെർഫെക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആളുകളാണ് അവസാനം ജീവിതത്തിൽ ഒന്നും ചെയ്യാതെ മുടി നരച്ച മരണത്തിന് കീഴടങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞു അങ്ങനെ വരുന്നത്. കാരണം ഈ പെർഫെക്ഷനിസ്റ്റ് തോട്ട്, കാരണം ഈ ലോകം എന്തെങ്കിലും പെർഫെക്റ്റ് ആയാൽ അന്ന് ഈ ലോകം അവസാനിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് തന്നെയാണ് ശരി. കാരണം ഈ ലോകം കംപ്ലീറ്റ്ലി പെർഫെക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് എല്ലാ നോളജും ഉണ്ട്, അപ്പോൾ നിങ്ങൾക്കൊരു ട്രെയിനറുടെ ആവശ്യമില്ല, നിങ്ങൾക്കൊരു ടീച്ചറുടെ ആവശ്യമില്ല. അന്ന് സ്കൂളിംഗ് ബിസിനസ് തന്നെ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ബിസിനസ് തരും. അതുപോലെ പെർഫെക്റ്റ് ആയി കഴിഞ്ഞാൽ ഒരിക്കലും നശിക്കാത്ത ഒരു എയർക്രാഫ്റ്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പിന്നെ അതുപോലെ 10 എയർക്രാഫ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ എയർക്രാഫ്റ്റ് ഇൻഡസ്ട്രി നശിക്കുമല്ലോ. അതുകൊണ്ട് ഈ പെർഫെക്ഷനിസ്റ്റ് തോട്ട് അല്ലെങ്കിൽ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് തുടങ്ങാം എന്ന് പറഞ്ഞിരിക്കുന്ന ആളുകൾ സത്യത്തിൽ ഒന്നും ചെയ്യാൻ പോകുന്നില്ല, അവർ ആക്ഷനിലേക്ക് കടക്കാൻ പോകുന്നില്ല. അപ്പോൾ ഈ പെർഫെക്ഷനിസ്റ്റ് തോട്ടിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ പലരും യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുമ്പോൾ പറയും അത് ക്വാളിറ്റി കുറവാണ്, അതുകൊണ്ട് തുടങ്ങരുത്. ആദ്യകാലത്തൊക്കെ എനിക്കും ആ പ്രശ്നം ഞാനും ഫേസ് ചെയ്തിരുന്നു. പക്ഷേ യൂട്യൂബ് തന്നെ പറയുന്നുണ്ട്, നിങ്ങളുടെ വീഡിയോ ക്വാളിറ്റിയൊക്കെയും കൂടുതൽ കോണ്ടൻറ്റിൻ്റെ സ്ട്രെങ്ത്താണ് അവിടെ ആവശ്യമെന്ന്. അപ്പം നിങ്ങൾ ഒരു എഴുത്തുകാരനാണ്, പലരും എഴുത്തുകാരനാവണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന പലരും എൻ്റെ സെമിനാറുകളിലൊക്കെ പങ്കെടുത്ത പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എഴുതണം, ബുക്കുകളൊക്കെ വായിച്ചു വരുന്ന തന്നെ പറഞ്ഞിട്ടുണ്ട്, സാറേ എങ്ങനെ എഴുതാൻ തുടങ്ങാൻ പറ്റും? അപ്പോൾ എഴുതാൻ തുടങ്ങാനൊരു മാർഗ്ഗമേ ഉള്ളൂ, എഴുതി തുടങ്ങുക. അല്ലാതെ ഒരു പെർഫെക്റ്റ് ഡേ വന്നിട്ട് എനിക്ക് എല്ലാ നോളജും എൻ്റെ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി എല്ലാം ഒരുമിച്ച് വന്ന് എൻറിച്ചായി എനിക്ക് എഴുത്ത് തുടങ്ങാമെന്ന് വിചാരിച്ചാൽ നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ എഴുതി തുടങ്ങുക. കാരണം തുടങ്ങാത്തൊരു കാര്യം നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റില്ല. അത് നിങ്ങളുടെ സ്റ്റഡീസിലാണെങ്കിലും ഈവൻ കുക്കിങ്ങിലാണെങ്കിലും. എനിക്ക് കുക്കിംഗ് അറിയാൻ വയ്യ, അതുകൊണ്ട് ഞാൻ കുക്കിംഗ് ചെയ്യുന്നില്ല. ഒരു കാലത്ത് അത്ര ആൾ കുക്കിംഗ് പഠിക്കാൻ പോകുന്നില്ല. അതായത് പുതിയ പുതിയ പരീക്ഷണങ്ങൾ നടത്താനും റിസർച്ചുകൾ നടത്താനും പരീക്ഷണങ്ങൾ നടത്താനും അതിൽ പരാജയപ്പെടാൻ നമ്മൾ പരാജയപ്പെടാൻ പ്രിപ്പയർഡ് ആയിരിക്കണം. പരാജയപ്പെടാൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. വിജയിക്കാൻ പ്രാക്ടീസ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ പരാജയപ്പെടാനും പ്രിപ്പയർഡ് ആയിരിക്കണം. അപ്പം പെർഫെക്ഷനിസ്റ്റ് തോട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മൾ ആക്ഷനിലേക്ക് വരും. അതുപോലെ തന്നെ നമുക്ക് ഇതിനൊരു പെർട്ടിക്കുലർ സമയമൊന്നുമില്ല. പല ആളുകളുണ്ട്, എൻ്റെ ശനി വക്രത്തിൽ നിന്ന് മാറിയിട്ട് ഞാൻ ഇനി ആക്ഷൻ എടുക്കാം എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ശനി വക്രത്തിൽ നിന്നൊന്നും മാറാൻ പോകുന്നില്ല. കാരണം ശനിക്ക് ഇരിക്കാനിരിക്കുന്നിടത്ത് ഇരിക്കും. പക്ഷേ നിങ്ങൾക്ക് ആക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് റിസൾട്ട് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആക്ഷനിലേക്ക് കിടക്കുക. അപ്പോൾ ഈ സെഷനിൽ പ്രധാനമായിട്ടും പറയുന്നത് ഈ ആക്ഷൻ്റെ ഇമ്പോർട്ടൻസ്. നിങ്ങളുടെ ശനിയല്ല പ്രശ്നം, നിങ്ങളുടെ തോട്ട് പ്രോസസ്സാണ് പ്രശ്നം. ഈ ശനിയൊക്കെ നിങ്ങൾക്ക് ഓവർകം ചെയ്യാം. കാരണം ഞാൻ ഈ അസ്ട്രോളജിയെ ഒന്നും തള്ളിപ്പറയുകയല്ല, കാരണം അതിനെക്കുറിച്ച് എനിക്ക് പൂർണ്ണമായ അറിവില്ല. അതുകൊണ്ട് തന്നെ അസ്ട്രോളജി ശരിയാണെന്നും തെറ്റാണെന്നും ഞാൻ വാദിക്കുന്നില്ല. മതങ്ങളിലും എനിക്ക് പൂർണ്ണമായ വിശ്വാസവും ഇല്ല, അതിനെക്കുറിച്ച് എനിക്ക് വലിയ അറിവുമില്ല. അതുകൊണ്ട് തന്നെ മതങ്ങളുമായിട്ട് ഞാൻ കോറിലേറ്റ് ചെയ്യുന്നില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, ജീവിതത്തിൽ എൻ്റെ ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ടും ഞാൻ കണ്ട സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളുടെയും പരാജയപ്പെട്ട ആളുകളുടെയും ഒക്കെ ജീവിതത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ആക്ഷൻ എപ്പോഴും നിങ്ങൾക്കൊരു റിസൾട്ട് കൊണ്ടുവരും. അത് നല്ലതോ ചീത്തയോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളുടെ ആക്ഷൻ്റെ രീതിയാണ്. അപ്പം ആക്ഷൻ എടുക്കാൻ പഠിക്കാതിരിക്കുക, ആ പെർഫെക്ഷൻസ് തോട്ട് ഒഴിവാക്കുക, ഒരു പെർഫെക്റ്റ് ടൈം നോക്കിയിരിക്കാതിരിക്കുക, അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് സീസൺ വരട്ടെ എന്ന് നോക്കി നിങ്ങൾ വെയിറ്റ് ചെയ്യാതിരിക്കുക. ഇന്ന് സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്യാത്തൊരു കാര്യം നിങ്ങൾക്ക് ഒരിക്കലും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റില്ല. പലരും ഈ ആക്ഷനിലേക്ക് കടക്കാത്തതിൻ്റെ മറ്റൊരു കാരണം അവരുടെ മുമ്പിലുള്ള ഗോള് വളരെ വലുതാവുമ്പം, അതായത് വലിയ ഗോളാകുമ്പോൾ ഞാനിതെങ്ങനെ അച്ചീവ് ചെയ്യുമെന്ന് വെച്ച് പേടിച്ച് നിൽക്കും. അതിൻ്റെ ആവശ്യമില്ല. വലിയ മരങ്ങളൊക്കെ എങ്ങനെയാണ് മുറിച്ച് മാറ്റുന്നത്? ചെറിയ ചെറിയ പീസുകളായിട്ടാണ്. വലിയ ബനിയൻ ട്രീ മുറിച്ച് മാറ്റണമെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ പീസുകളായിട്ടാണല്ലോ നമ്മൾ മുറിച്ച് മാറ്റുന്നത്. എന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ മുമ്പിലുള്ള ടാസ്ക് വളരെ വലുതാണെന്നുണ്ടെങ്കിൽ നിങ്ങളതിനെ പീസ് ബൈ പീസ് ആക്കിയിട്ട്
നിങ്ങളതിനെ ചെറിയ ചെറിയ ടാസ്കുകളാക്കിയിട്ട് മുമ്പോട്ട് നീങ്ങുക. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആക്ഷൻ തീർച്ചയായിട്ടും നടക്കും. അപ്പോൾ ഇവിടെയാണ് ഒരു പോസിറ്റീവ് തിങ്കിങ്ങിൻ്റെ ആവശ്യം. കാരണം ആക്ഷൻ എടുക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ആദ്യത്തെ ദിവസം തോന്നും വളരെ കുറച്ചെല്ലാം തീർന്നുള്ളൂ, അല്ലെങ്കിൽ ഇത്ര വലിയൊരു ടാസ്കിൻ്റെ ഒരു ചെറിയ പെർസെൻറ്റേജ് മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞുള്ളൂ എന്ന് നമ്മൾ ചിന്തിക്കുമ്പം ഒരു ചെറിയ പെർസെൻറ്റേജ് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞല്ലോ എന്ന് തീരുമാനിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാനുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടാവും. അപ്പോൾ ഒരു ചെറിയ പെർസെൻറ്റേജ് നിങ്ങൾക്ക് തുടങ്ങാൻ കഴിയുമ്പം എന്താണ് അവിടുത്തെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ 1% പോലും തുടങ്ങാത്ത ആളുകളിലൊക്കെ എത്രയോ മുന്നിലാണ് നിങ്ങൾ. അതാണ് ഈ ചാപ്റ്ററിൽ പ്രത്യേകിച്ചും ഊന്നി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് സിവിൽ സർവീസ് എക്സാമിനാണെങ്കിലും മറ്റ് എക്സാമിനേഷൻസിനാണെങ്കിലും അതുപോലെ തന്നെ ജോബിന് വേണ്ടി ട്രൈ ചെയ്യുന്നവരാണെങ്കിലും ഓണ്ടർപ്രണർഷിപ്പിലുള്ളവരാണെങ്കിലും ഒക്കെ ഈ ബുക്ക് തീർച്ചയായിട്ടും വായിച്ചിരിക്കണമെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യുന്നതിൻ്റെ കാരണം ആക്ഷൻ ഓറിയൻറ്റഡ് മൈൻഡ് സെറ്റ് ബിൽഡപ്പ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം അത് ഒരു വീട്ടമ്മയായാലും ഇപ്പോൾ തന്നെ നമ്മൾ കാണുന്നു 10-8 ഡിവോഴ്സ് കേസുകൾ സംഭവിക്കുന്നു. എന്തുകൊണ്ടാണ്? പലർക്കും പല സ്കില്ലുകളില്ല. ആക്ച്വലി വീട്ടിൽ ചെന്ന് അതായത് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സ്കില്ലില്ല, കുക്കിംഗ് സ്കില്ലില്ല, ആണിനും പെണ്ണിനും. ഞാൻ ഒരു പെർട്ടിക്കുലർ ജെൻഡറിനെ അല്ല പറയുന്നത്. പലർക്കും ടൈം മാനേജ്മെൻറ്റ് സ്കില്ലില്ല. ഈ ടൈം മാനേജ്മെൻറ്റ് സ്കില്ലൊന്നും ഒരു ദിവസം കൊണ്ടുണ്ടാവുന്നതല്ല. ഒരു സെഷനിൽ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ഇതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പം അതായത് ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ച് പറയുന്നത് ദോസ് ഹു കെപ് ടൈമിങ് 80% ദേ ആർ സക്സസ്ഫുൾ. നിങ്ങളുടെ ടാസ്ക് ഈസ് കംപ്ലീറ്റഡ് എന്നാണ് പറയുന്നത്. ഏതൊരു വ്യക്തിയും സപ്പോസ് നിങ്ങളൊരു ഓണ്ടർപ്രണറായിട്ട് ഒരു സംരംഭകനായിട്ട് തുടങ്ങുകയാണ്, നിങ്ങൾ ടൈം മാനേജ്മെൻറ്റ് പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ് 80% വിജയിച്ചു കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പം ടൈം മാനേജ്മെൻറ്റ് സ്കില്ലുകൾ, ഇത്തരം കാര്യങ്ങൾ ആക്ഷൻ എടുക്കാനുള്ളൊരു മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടാകുക. അപ്പോൾ ആക്ഷൻ അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്നാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. അതുകൊണ്ട് ഈ പെർഫെക്ഷനിസ്റ്റ് തോട്ടിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ ഗെറ്റ് റിഡ് ഓഫ് ആകാം. അതുകൂടാതെ പലപ്പോഴും നമ്മൾ ആക്ഷൻ എടുക്കാത്തതിൻ്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റോങ് ആയിട്ടുള്ള അസോസിയേഷനിൽ കണ്ടിന്യൂ ചെയ്താൽ നമുക്ക് ആക്ഷൻ എടുക്കാൻ പറ്റില്ല. കാരണം ചില കാര്യങ്ങൾ ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കും ചിലപ്പോൾ നമ്മളെ ആക്ഷൻ എടുക്കുന്നതെന്ന് പുറകോട്ട് വലിക്കുന്നത്, അല്ല നമ്മുടെ റോങ് റിലേഷൻഷിപ്പ് ആയിരിക്കും, ചിലപ്പോൾ നമ്മുടെ മദ്യത്തിനോടുള്ള അഡിക്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള എന്തെങ്കിലും അഡിക്ഷൻ ആയിരിക്കും. ഇതൊക്കെ നമ്മളെ ആക്ഷനിൽ നിന്ന് പുറകോട്ട് വലിക്കും. ചിലപ്പോൾ നിങ്ങളുടെ ലൊക്കേഷൻ തന്നെ ആയിരിക്കും നിങ്ങളെ ആക്ഷൻ എടുക്കുന്നതിൽ നിന്ന് നിങ്ങളെ പുറകോട്ട് വലിക്കുന്നത്. നിങ്ങൾ ഇന്നായിരിക്കുന്ന ലൊക്കേഷൻ ചിലപ്പോൾ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിരിക്കത്തില്ല. സക്സസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ ഇതൊന്നും ചിലപ്പോൾ നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. ഇതൊക്കെ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. അതായത് നമ്മൾ ചിലപ്പോൾ നമ്മുടെ ലൊക്കേഷൻ ഒന്ന് മാറിയാൽ, ആ സറൗണ്ടിങ്സ് ഒന്ന് മാറിയാൽ തന്നെ നമുക്ക് ആക്ഷൻ എടുക്കാനുള്ളൊരു മൈൻഡ് സെറ്റ് വരും. അപ്പം മലയാളത്തിലൊരു ചൊല്ലുണ്ട്, അകക്കണ്ണ് തുറപ്പിപ്പാൻ ആശാൻ ബാല്യത്തിലെത്തണമെന്ന്. അതായത് പല പ്രാവശ്യവും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാകുന്നില്ല, നിങ്ങൾക്ക് വലിയ ഗോർജിയസ് ആയിട്ടുള്ള ഒരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ ഈ കഴിഞ്ഞ 3-4 വർഷം കൊണ്ട് ഉണ്ടായിട്ടേ ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു മെൻറ്ററെ ഐഡൻറ്റിഫൈ ചെയ്യണം. നിങ്ങളുടെ ഇപ്പോഴത്തെ ലൊക്കേഷൻ ഒന്ന് മാറ്റി നോക്കണം, കോഴ്സ് ഒന്ന് മാറ്റി പിടിക്കണം, നിങ്ങളുടെ ഡയറക്ഷൻ ഒന്ന് മാറ്റി പിടിച്ച് നോക്കുക. തീർച്ചയായിട്ടും ലൈഫിൽ ചേഞ്ച് ഉണ്ടാകും. ഒരു കാര്യം ഞാൻ എടുത്ത് പറയട്ടെ, നിങ്ങളെല്ലാവർക്കും പൊട്ടൻഷ്യലുണ്ട്. പൊട്ടൻഷ്യൽ ഇല്ലാത്ത ഒരു വ്യക്തിയില്ല. അത് പണ്ഡിതനായാലും പാമരനാണെങ്കിലും സുന്ദരനാണെങ്കിലും വിരൂപനാണെങ്കിലും ഏത് കാറ്റഗറിയിലുള്ള ആൾക്കും ഒന്നല്ലേ മറ്റ് പൊട്ടൻഷ്യലുണ്ട്. പക്ഷേ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ദൗർഭാഗ്യം എന്തെന്ന് ചോദിച്ചാൽ ഈ പൊട്ടൻഷ്യൽ എന്തെന്ന് തിരിച്ചറിയുന്ന ആളുകൾ 1% താഴെയാണ്. അവനവൻ ഏതിനാണ് ഫിറ്റ്, ഞാൻ ഏത് പണിക്കാണ് ഏറ്റവും കൂടുതൽ യോജിച്ചതെന്ന് ഉള്ള തിരിച്ചറിവുള്ള ആളുകൾ 1% താഴെയാണ്. ആ 1% ആളുകൾ മാത്രമാണ് ഈ ലോകത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതും മറ്റ് 99% ആളുകളും അവർ കൊണ്ടുവന്ന മാറ്റത്തിൻ്റെ ഫലം അനുഭവിച്ച് അല്ലെങ്കിൽ ആ ഫലത്തിൽ അതിൻ്റെ തണലിൽ ജീവിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ 1%ലേക്ക് നമ്മളെ കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ പോസിബിലിറ്റീസ് ആൻഡ് അഡ്വേഴ്സിറ്റീസ് എന്ന പുസ്തകത്തിലൂടെ ഞാൻ ആഗ്രഹിക്കുന്നതും ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതും ഞാൻ നിങ്ങളിൽ പ്രത്യാശ വെക്കുന്നതും. അതുകൊണ്ട് തീർച്ചയായിട്ടും പല എംപ്ലോയേഴ്സും ഈ ബുക്ക് എംപ്ലോയീസിനെ കൊണ്ട് വായിപ്പിക്കുന്നതിൻ്റെ ഒരു കാര്യം ബിസിനസ്സിൽ ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ് ആക്ഷൻ. അപ്പോൾ ആക്ഷൻ എടുക്കേണ്ടതിൻ്റെ ആവശ്യവും ആക്ഷൻ ഡിലേ ചെയ്യാതിരിക്കേണ്ടതിൻ്റെ ആവശ്യവും. കാരണം ടൈംലി ആക്ഷൻ സ്റ്റിച്ച് ഇൻ ടൈം ബിഹോൾസ് 9 എന്നാണ് പറയുന്നത്. ഓൺ ടൈമിൽ നമ്മൾ തുന്നിയാൽ 9 തുന്നൽ കുറയ്ക്കാം. അപ്പോൾ ആക്ഷൻ എടുക്കേണ്ട സമയത്ത് ആക്ഷൻ ഉണ്ട്. അത് നമുക്കറിയാമല്ലോ. പഠിക്കുന്ന കാലത്ത് നന്നായിട്ട് പഠിച്ചിരുന്നുണ്ടെങ്കിൽ ഈ 30ാമത്തെ വയസ്സിലോ 40ാമത്തെ വയസ്സിലോ കിടന്ന് കഷ്ടപ്പെടേണ്ടി വരത്തില്ല. അന്ന് നമ്മൾ കാണിച്ച അല്ലെങ്കിൽ റോങ് ആയിട്ടെടുത്ത സ്റ്റെപ്പ് അല്ലെങ്കിൽ ഡിലേഡ് ആയിട്ടുള്ള സ്റ്റെപ്പുകളാണ് നമ്മളെ ഇന്നത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ ഈ പ്രസൻറ്റ് സിറ്റുവേഷനുള്ള കാരണമാകുന്നത്. അതുകൊണ്ട് കറക്റ്റായിട്ട് എങ്ങനെ ആക്ഷൻ എടുക്കണം എന്ന് പ്രതിപാദിക്കുന്ന ഒരു ചാപ്റ്ററാണ് ഇത്. ഇതിൽ പിന്നെ പ്രത്യേകിച്ചും പറയുന്നത് ഈ ആക്ഷൻ എടുക്കേണ്ട ഒരു ആവശ്യം പ്രത്യേകിച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഒരു കോട്ടുണ്ട് ഇതിൽ. ഐഡിയാസ് ആർ ലൈക്ക് എഗ്സ്,
ദേ ബിക്കം റോട്ടൺ ആഫ്റ്റർ സെർട്ടൻ പീരീഡ്. നമ്മുടെ ആശയങ്ങൾ, നമ്മുടെ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ആശയങ്ങൾ മുട്ടയെ പോലെയാണ്. ഈ മുട്ടയ്ക്ക് അധിക കാലാവധി ഇല്ലല്ലോ. നിങ്ങൾക്കൊരു 2 കൊല്ലമൊന്നും മുട്ട പ്രിസർവ് ചെയ്യാൻ പറ്റില്ല. അപ്പം നിങ്ങളുടെ ആശയങ്ങളും ഇതുപോലാണ്. നിങ്ങളൊരു ആശയം കൊണ്ടുവന്നു, ഈ ആശയങ്ങളെ ക്വിക്ക്ലി നടപ്പാക്കാൻ കഴിഞ്ഞാൽ ചിലപ്പോൾ ലോകം അത് അംഗീകരിക്കും. മറിച്ച് നിങ്ങൾ കുറച്ച് നാളുകൾ കഴിഞ്ഞിട്ടാണ് ഈ ആശയം കൊണ്ടുവരുന്നതെങ്കിൽ ഔട്ട്ഡേറ്റഡ് ആശയങ്ങൾ ആളുകൾ നെഗ്ലക്റ്റ് ചെയ്യും. അതുകൊണ്ട് നിങ്ങൾക്കൊരു ആശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക, ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ഇംപ്ലിമെൻറ്റ് ചെയ്യുക, എന്നിട്ട് അതിനെ ഇമ്പ്രൂവ് ചെയ്യുക. അപ്പം ജീവിത വിജയത്തിന്, ലൈഫ് സക്സസ്ഫുൾ ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രധാന ഘടകമായ DBA സക്സസ് ട്രയാങ്കിളിലെ 3 പ്രധാന ഫാക്ടേഴ്സും ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്ററാണ് ചാപ്റ്റർ 1, 2 and 3. എല്ലാവരും ഈ ബുക്ക് തീർച്ചയായിട്ടും വാങ്ങിയിരിക്കണം, വായിക്കുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നു. ഇനി വരും സെഷനിൽ നമുക്ക് ഈ DBA ഫാക്ടറിനെ എങ്ങനെ കൂടുതൽ സ്ട്രോങ് ആക്കാം എന്നാണ് ഇനിയുള്ള 7 ചാപ്റ്ററുകൾ പറയുന്നത്. അടുത്ത സെഷനിൽ കാണാം.